രാഗിൻ, അവിടെ എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് സൈന്യത്തിന്റെയും മറ്റ് രക്ഷാദൌത്യ സംഘത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്? ഇപ്പോൾ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പ്രധാനമായും നോക്കുന്നത് ഏതൊക്കെ ഭാഗത്താണ് ഈ ആളുകൾ കുടുങ്ങിക്കിടക്കാൻ ഇടയുണ്ടാകുന്ന സ്ഥലങ്ങൾ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. പല ഇടങ്ങളിലും മണ്ണും വെള്ളവും അതോടൊപ്പം തന്നെ ചെളിയും ഒക്കെ വന്ന് നിറഞ്ഞ് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായിട്ടുള്ളൊരു ദൗത്യം തന്നെയാണിത്. കൂടുതൽ പേർ ഉള്ളിൽ പെട്ടുപോകാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ എത്തി ഏതൊക്കെ വീട്ടിലാണ് ആളുകൾ ഉണ്ടായിരുന്നതെന്ന് പോലും കൃത്യമായിട്ടുള്ള വ്യക്തതയില്ല. കാരണം ഈ മേഖല ആകെ ബാധിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിലേക്ക് ഈ മേഖലയിലേക്ക് ഒരു തരത്തിലും പുഴ ഒഴുകി വരേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. പക്ഷേ എന്നിട്ടും ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്ത് നടപ്പാക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈന്യം ഉൾപ്പെടെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ ഇവിടെ ഉണ്ട്. അവരും ഈ ഒരു ക്രമീകരണത്തിന്റെ ഭാഗമായി തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണ്. 3 JCBകൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ JCB ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഈ ഘട്ടത്തിൽ തുടങ്ങിയിട്ടില്ല. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ തുടങ്ങിയിട്ടില്ല. അതിനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം കൃത്യമായിട്ടുള്ള തന്നെ ലൊക്കേറ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങൾ ഇത് ചെയ്യുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും സൈന്യവും അതോടൊപ്പമുള്ള വിഭാഗങ്ങളും ആണ് കാര്യങ്ങൾ നോക്കുന്നത്. മുണ്ടക്കൈ പ്രദേശത്ത് പ്രത്യേകിച്ചും ഈ കൂടുതൽ പേർ പെട്ടുപോയിരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാരണം ഈ ചൂരൽമലയിൽ അങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവിടെ കൊണ്ട് കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. ഇവിടേക്ക് കണക്ടിവിറ്റിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. അത് നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന അവിടെ ഒരു വീട് തന്നെ ആകെ നിലംപൊത്തിയ അവസ്ഥയാണ്. അത് താഴെ ഉൾപ്പെടെ മണ്ണുണ്ട്. പല വീടുകളിലേക്കും മണ്ണടക്കം ഇടിച്ച് കയറിയിട്ടുമുണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഒരു വീട് കാട്ടിത്തരാം. അതായത് ഇതാണ് ആ വീടിന്റെ അവസ്ഥ. അത് ഉള്ളിലേക്കൊക്കെ ചേറും ചെളിയും ഒക്കെ നിറഞ്ഞ് ഈ വീടിന്റെ ഒരു പകുതി ഭാഗം തന്നെ തകർന്നു പോയിട്ടുണ്ട്. അതോടൊപ്പം ഏത് സമയത്തും നിലംപൊത്താവുന്ന അവസ്ഥയിലുമാണ്. കാരണം ഇത്രയധികം വ്യാപ്തിയിൽ വന്ന് ഈ ചേറും ചെളിയും മണ്ണും കല്ലും ഒക്കെ ഇടിച്ചത് കൊണ്ട് തന്നെ അടിത്തറയും അതിനോടൊപ്പമുള്ള കാര്യങ്ങളും ഒക്കെ തകർന്നു പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് ഘട്ടവും ഈ സ്ട്രക്ചർ തന്നെ നിലംപൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും ഇപ്പോൾ സൈന്യം ഉൾപ്പെടെ ചില നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകുന്നുണ്ട്. കാരണം ഇത് അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ചില കാര്യങ്ങളുണ്ട്. കാരണം പുതഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് കൃത്യമായി തന്നെ കാര്യങ്ങൾ നോക്കി പോകണം. കാരണം പലയിടങ്ങളിലും കിണറും മറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു പാതയിലൂടെ തന്നെ കാര്യങ്ങൾ പോകണം എന്നാണ് അവർ നിർദ്ദേശം നൽകുന്നത്. ഇതിൽ മുൻകൂട്ടി പറഞ്ഞത് പ്രകാരം ചില വീടുകൾ നിന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്നിഫർ ഡോഗേഴ്സ് ഉൾപ്പെടെ ഉള്ളവ ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തെരച്ചിൽ ഏകോപിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ തെരച്ചിൽ നടത്തുകയാണ്. അതിനുശേഷമായിരിക്കും പിന്നീടുള്ള ഘട്ടത്തിൽ JCB ഇറങ്ങുക. എന്തായാലും ഇപ്പോൾ ഈ തരത്തിലുള്ള ഒരു ജോലികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മരണസംഖ്യ സ്വാഭാവികമായിട്ടും ഉയരാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ പേർ ഇതിൽ അടിയിൽ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഈ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് സന്നദ്ധ സംഘടനാ പ്രവർത്തകരും അതോടൊപ്പം തന്നെ സൈന്യവും മറ്റ് വിഭാഗങ്ങളും ഒക്കെയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അതിന്റെ ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ വെള്ളവും ഒക്കെ കുത്തിയൊലിച്ച് ഈ മേഖലയിലേക്ക് വരേണ്ട ഒരു സ്ഥിതിവിശേഷമില്ല. പക്ഷേ എന്നിട്ടും ഇങ്ങോട്ട് എത്തി എന്നുള്ളതാണ്.